പക്ഷേ എങ്കിലും ഈ പഠിപ്പിച്ച ഒരാളെന്നുള്ള രീതിയിൽ നമുക്കൊരു പ്രൗഡ് ഉണ്ടാവുന്ന നിമിഷങ്ങളുണ്ടാവും. ചില കാര്യങ്ങളൊക്കെ അയാൾ നന്നായി ചെയ്യുമ്പോൾ ഏതൊരു മനുഷ്യനും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഒരു അഭിമാന ബോധമൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ തോട്ട് പ്രോസസ്സ് ഇല്ലെങ്കിൽ ഒരു തോട്ട് സ്കൂളിൽ നിന്ന് വന്ന ഒരു പ്രോഡക്റ്റ് നന്നായി ചിന്തിക്കുന്ന കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു സന്തോഷം തോന്നും. ചില സെൻറ്റൻസുകളൊക്കെ പറയുന്നത് കാണുമ്പോൾ നമുക്ക് ഇപ്പോൾ മൈത്രേയൻ ചിലതൊക്കെ പറയുന്നത് കാണുമ്പോൾ എനിക്ക് മൈത്രേയനെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുമല്ലോ. അതേപോലെ എപ്പോഴൊക്കെ സന്തോഷം തോന്നണം? അവളുടെ ഇൻ്റർവ്യൂ ഒക്കെ കേൾക്കുമ്പോൾ സന്തോഷം തോന്നും. ഞാൻ ഈ പ്രൈഡ് എന്ന് പറയുന്ന കാര്യമല്ല എനിക്കുള്ളത്. പ്രൈഡ് ഒരു നല്ലതല്ല, നല്ല ഒരു ഇതല്ല. ഐ ആം പ്രൗഡ്. ആൾക്കാരിങ്ങനെ എനിക്ക് ഇപ്പോൾ ക്യാനിൽ പോയപ്പോൾ പ്രൗഡ് ഫാദർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പം തന്നെ പറയുന്നുണ്ട്, ഞാനൊരു പ്രൗഡല്ല. ഞാൻ മറ്റൊരാളെ ചെറുതാക്കുന്ന ഒന്നാണ് ഈ പ്രൈഡ് എന്ന് പറയുന്നത്. അതേ അല്ല. നമുക്ക് സന്തോഷം തോന്നുന്ന സമയം, ഇപ്പം ഇയാൾ അതാണ് പറഞ്ഞത്, നമുക്ക് നല്ല സന്തോഷം തോന്നില്ല, സന്തോഷമാണ് തോന്നുന്നത്. അത് നമ്മുടെ പരിചയക്കാരായിരിക്കുന്നത് പോലെ തന്നെയാണത്. ഇപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരന് അച്ചീവ്മെൻറ്റ് അവർക്കുണ്ടായാൽ നമ്മൾ സന്തോഷിക്കും. ഈ സന്തോഷം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കത്തില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറത്തോട്ട് അതിനകത്ത് ഒന്നുമില്ല. അല്ല, ഈ പ്രൈഡ് എന്ന് പറയുന്ന സാധനം എൻ്റെ നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഒന്നുമല്ല. കുട്ടിയെ വളർത്തിയാൽ നമ്മുടെ പ്രോഡക്റ്റ് അല്ല, അത്രയും നമ്മൾ അറിയേണ്ടതുണ്ട്. ആയിരക്കണക്കിന് മനുഷ്യർ ചേർന്നാണ് ഒരു കുഞ്ഞിനെ വളർത്തുന്നത്. ഇന്ന് പണ്ടൊക്കെ ആയിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും നമുക്ക് പറയാം നമ്മളാണ് കുട്ടികളെ വളർത്തുന്നത്. ഇന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? 3-ാമത്തെ വയസ്സാകുമ്പോൾ തൊട്ട് നഴ്സറി പോകുന്നവരല്ലേ. നമ്മളോടൊപ്പം തന്നെ അധ്യാപകർ അവരുടെ ജീവിതത്തിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്തും. അത് കഴിഞ്ഞിട്ട് ആ ക്ലാസ് റൂമിനകത്ത് അവരുടെ കൂട്ടുകാരായി മാറുന്നവർ അവരായിരിക്കും ഏറ്റവും പ്രൈമറി ആയിട്ട് അവരുടെ ജീവിതത്തിനെ സ്വാധീനിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു തുടർച്ചയുള്ള ഒരു സ്കൂളിലാണെന്നുണ്ടെങ്കിൽ അവർ തന്നെയായിരിക്കും കൂടിയിരിക്കുന്നത്. നമ്മളെക്കാളും കൂടുതൽ നീണ്ട കാലത്ത് കൂട്ടുകാരായിട്ടിരിക്കുന്നവരായിരിക്കും ഒരാളെ നിർണ്ണയിക്കുന്നത്. പിന്നെ എത്രയോ മനുഷ്യർ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇവരെല്ലാവരും വളർത്തിയതിന് ശേഷം ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റാണത്. ഇപ്പം ഇപ്പം ഞാൻ ചെയ്യുന്ന സാമൂഹിക പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കനി ചെയ്തിട്ടില്ല, അങ്ങനത്തെ ഒരു കാര്യമല്ല അവൾ ചെയ്തത്. അവൾ വേറൊരു എനിക്ക് ഒരു അല്പം പോലും അറിഞ്ഞുകൂടാത്തൊരു കാര്യത്തിനകത്താണ് അവൾ വിജയിക്കുന്നത്. എനിക്ക് അഭിനയിക്കാനായിട്ട് ഞാൻ ഒരു വരി പറയാനായിട്ട് ഒന്ന് ശ്രമിച്ചായിരുന്നു. ഞാൻ കുഴഞ്ഞു പോയായിരുന്നു. 3 തവണ എടുത്തിട്ട് പോലും ശരിയായില്ല. അപ്പോൾ അത് അങ്ങനെ സംഭവിച്ചിരിക്കുന്നതുകൊണ്ട് ആ ആർട്ടിനകത്തോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മേഖലയ്ക്കകത്ത് എനിക്ക് യാതൊരു കോൺട്രിബ്യൂഷൻ അവളുടെ ജീവിതത്തിൽ കൊടുത്തിട്ടില്ല. അത് അവളുടെ സ്വന്തമല്ലേ. അതിനകത്ത് അവളുടെ സ്വന്തമാണെന്ന് പറയുമ്പോൾ എത്രയോ ആളുകൾ ചേർന്ന് ഉണ്ടാക്കി കൊടുത്ത ഒരു സ്വന്തമാണത്. അഭിനയക്കാർ ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ സ്ത്രീ നാടക പ്രവർത്തകരായിരിക്കുന്നവരെല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെ പ്രോഡക്റ്റാണ്, ഡ്രാമ സ്കൂളുകാരുടെ പ്രോഡക്റ്റാണ്. അത് കഴിഞ്ഞിട്ട് അവൾ ഫ്രാൻസിൽ പോയി പഠിച്ച അവരുടെ ഇതെല്ലാം കൂടെ ചേർന്നുണ്ടായിരിക്കുന്ന ഒരാളാണ് അവൾ. അല്ലാതെ അതിനകത്ത് ഞാൻ എന്താണ്, എൻ്റെ റോൾ എത്രയാണ്, വളരെ മിനിമമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെ അറിയേണ്ടതുണ്ട്. നമ്മുടെ മക്കളൊന്നും നമ്മുടേതല്ലാതായി എന്നേ മാറിപ്പോയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പണ്ടത്തെ പോലെ അമ്മയുടെയും അച്ഛൻ്റെയും വളർത്തിയ മക്കളായിട്ട് നമ്മൾ, അതുകൊണ്ടാണ് ഈ തുടർച്ച അവരുടെ പേരൊക്കെ നമ്മുടെ പുറകിൽ എഴുതി വെപ്പിച്ചിട്ട് നമ്മളെ അവരുടേതാക്കാനുള്ള ഈ ശ്രമങ്ങളെന്ന് പറയുന്നൊന്നും ഒരു മീനിങ്ങും ഇല്ല. സ്കൂളിനകത്താണ് അവർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ട് ഉറങ്ങാനായിട്ട് വീട്ടിലോട്ട് വരുന്നിടത്തായി മാറിക്കഴിഞ്ഞിട്ടില്ലേ. ഇതൊക്കെ നമ്മൾ അറിയേണ്ടതാ. അതുകൊണ്ടാണ് അങ്ങനെ അത് കാണാത്തത്. നമ്മുടെ അല്ല, മക്കൾ നമ്മുടേതാണെന്ന് വിചാരിക്കുന്ന ഒരു കാലം നമ്മൾ തന്നെ പഠിപ്പിക്കും. ഇപ്പോൾ കൃഷി പഠിപ്പിക്കുന്നവർ അവരുടെ മക്കളെ ആ കൃഷി തന്നെയായിരുന്നു പഠിപ്പിച്ചിരുന്നത്, അല്ലെങ്കിൽ കുലത്തൊഴിൽ ചെയ്യുന്നവർ കുലത്തൊഴിൽ തന്നെ പഠിപ്പിച്ചിരുന്നത്. ഇന്ന് നമ്മുടെ മക്കളെ ആരാണ് നമ്മളെന്താ പഠിപ്പിക്കുന്നത്? നമുക്ക് തീരെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം അവർക്ക് വേറെ അറിവാണ് ഉള്ളത്. ഇപ്പം ഹാർട്ട് ഓപ്പറേഷൻ പഠിച്ചിരിക്കുന്ന ഒരു മകനോട് അച്ഛൻ എന്ത് പറഞ്ഞു കൊടുക്കാനൊക്കെ? അങ്ങനൊന്നും ഇല്ല. ഇതൊക്കെ എന്നേ കഴിഞ്ഞു പോയി എന്നുള്ള കാര്യങ്ങളിലുള്ള തിരിച്ചറിവാണ് എനിക്കുള്ളത്. അതുകൊണ്ടാണ് അതിനകത്ത് ഇങ്ങനെ ഈ പ്രൈഡ് അനുഭവിക്കാനായിട്ട് നമ്മുടെ പ്രോഡക്റ്റ് അല്ല, ഒരു കലാരൂപം ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാവരും കൂടെ അത് കൊള്ളാമെന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്ന സാധനമല്ലത്. സന്തോഷമുണ്ട്, അത് സംശയമൊന്നുമില്ല. അവൾ സന്തോഷമായിട്ട് സംസാരിക്കുകയും പറയുകയും, ഞാൻ പറഞ്ഞില്ല, അവൾ ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണത്. അവൾ ഓൺ ചെയ്ത് ഓരോന്ന് പറയുന്നതൊക്കെ സന്തോഷം തോന്നും. അഭിമാനമല്ല, പ്രൈഡല്ലത്. അതേപോലെ തന്നെ കനിയുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ക്രിയേറ്റിവിറ്റിയെക്കുറിച്ചുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. എന്താണ് ക്രിയേറ്റിവിറ്റി എന്നുള്ളത് നമ്മൾ കാലാകാലങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില ചോദ്യങ്ങളിൽ ഒന്നാണ്. അതേപോലെ തന്നെ അതിന് മുമ്പ് എനിക്ക് ഒരു പഠിക്കാൻ ആഗ്രഹമുള്ളൊരു വാക്കാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, ആ സ്ഥാപനത്തിൻ്റെ ആദർശവും നമ്മുടെ ആദർശവും ആശയവും തമ്മിൽ ഒരു തരത്തിലുള്ള ബന്ധം ഉണ്ടാവില്ല. അപ്പം നമ്മൾ പക്ഷേ അവിടെ ചെയ്യേണ്ട ഒരു ജോലി ഉണ്ടാവും.
ഈ നമ്മൾ റിട്ടയർഡ് ആവുന്നവർ ചിലപ്പോൾ അതിനകത്തായിരിക്കും ജോലി ചെയ്യുന്നത്. ആ സമയത്തൊന്നും നമുക്ക് ചിലപ്പോൾ ഒരു ഫേസ്ബുക്കിൽ പോലും ഒരു കുറിപ്പ് എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് ഇത് പ്രൊഫഷണൽ ആയി കാണൂ എന്നാണ് പറയുന്നത്. ഈ പ്രൊഫഷണലിസം എന്ന് പറയുന്നത് നമ്മുടെ ആശയവുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു ജോലി നമ്മൾ നിരന്തരമായി ചെയ്യുകയും ഒടുവിൽ റിട്ടയർഡ് ആകുമ്പോഴും നമ്മൾ അതിൻ്റെ ഭാഗമായി മാറുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ പ്രൊഫഷണലിസം എന്ന് പറയുന്ന വാക്ക്. ശരിക്കും ഈ പ്രൊഫഷണലിസത്തെ നമ്മൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്? നമ്മളെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്ന വിദ്യാഭ്യാസമായിരുന്നു ലോകത്തുള്ളത്. അങ്ങനെ മനസ്സിലാക്കണം. ഇപ്പോൾ ഫാക്ടറി ആരംഭിക്കുമ്പോഴാണ് പബ്ലിക് സ്കൂളുകൾ ആരംഭിക്കുന്നത്. കുലത്തൊഴിൽ അറിയുന്നവരെയോ വീട്ടിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള കൃഷിയോ അല്ലെങ്കിൽ കച്ചവടമോ ട്രേഡോ ഇതൊന്നും കൊണ്ട് ഒരു ഫാക്ടറി ജോലി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഫാക്ടറിക്ക് വേണ്ടി ആളുകളെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സ്കൂളുകൾ ആരംഭിക്കുന്നത്. അത് അവിടെ തന്നെ പോയി പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള ഉദ്യോഗങ്ങൾ നമ്മൾ പറയുന്ന നിലവാരത്തിലുള്ള ജോലികൾ ചെയ്യുന്നതിനാണ് ഈ പ്രൊഫഷണൽ എന്ന് പറഞ്ഞത്. ആ ഒരു സിസ്റ്റത്തിൻ്റെ തുടർച്ചയ്ക്കകത്ത് പറയുന്ന വരിയാണത്. അപ്പോൾ അത് അവർക്ക് തന്നെത്താൻ ഒരിക്കലും അത് ചെയ്യാൻ പറ്റത്തില്ല. ആകെപ്പാടെ ഒരെണ്ണം ആണെങ്കിൽ ഡോക്ടറായിട്ടിരിക്കുന്നതിന് മരുന്ന് കുറിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് മാത്രമാണ് തന്നെത്താൻ ചെയ്യാൻ പറ്റുന്നത്. ഒരു എഞ്ചിനീയർക്ക് പോലും തന്നെത്താൻ ചെയ്യാൻ പറ്റുന്ന ഒന്നുമല്ല, വലിയ സിസ്റ്റങ്ങളുടെ. അപ്പോൾ ആ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫാക്ടറിയോട് ബന്ധപ്പെട്ട് ലോകത്തുണ്ടായിരിക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിനകത്തെ ഒരു പാർട്ടാകാൻ വേണ്ടിയായിരുന്നു ഈ സ്കൂളും കോളേജും എല്ലാം ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ പ്രൊഫഷണൽ എന്ന് പറയുന്ന സാധനം ഉണ്ടായത്. മറ്റേത് പ്രൊഫഷൻ എന്ന് പറയുന്നത് കുലത്തൊഴിലായിരുന്നു പ്രൊഫഷനായിട്ടിരിക്കുമ്പോൾ അതിനകത്ത് അവർക്ക് സ്വന്തമായി ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ചിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റും. ഫാക്ടറിക്കകത്ത് നമുക്ക് ഇഷ്ടാനിഷ്ടം അനുസരിച്ച് ചെയ്യാൻ പറ്റത്തില്ല. സിസ്റ്റം അനുസരിച്ച് ഡിവിഷൻ ഓഫ് ലേബർ അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് അതിനകത്ത് പാർട്ട് പ്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മുടെ ഒരു കാർ ഉണ്ടായിരിക്കുന്ന കാർ ഫാക്ടറി ജോലി ചെയ്യുന്ന ആളിന് ആ കാർ എൻ്റേതാണെന്ന് തോന്നുന്ന ഒരു പ്രോഡക്റ്റ് അല്ല. ഒരു പിച്ചാത്തി ഉണ്ടാക്കുന്ന ഒരു കൊല്ലൻ്റെ കൂട്ടല്ല. പിച്ചാത്തിയുടെ ആദ്യം അവസാനവും കൊല്ലന് അതിന് ഓണർഷിപ്പ് ഫീൽ ചെയ്യും. ഒരു കൃഷിക്കാരന് തെങ്ങയിലെ തേങ്ങ നിൽക്കുന്ന കാണുമ്പോൾ അത് അവന് ഓണർഷിപ്പ് ഫീൽ ചെയ്യും. ഓണർഷിപ്പ് ഫീൽ ചെയ്യാത്ത പണിയെടുത്ത് വല്ലവർക്കും വേണ്ടി ചെയ്തു കൊടുക്കുന്നവരെയാണ് പ്രൊഫഷണൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വർക്ക് ഏലിയനേഷൻ അവരനുഭവിക്കും. അവരുടെ പ്രവൃത്തിക്കകത്ത് അവർ ഒരിക്കലും കാണാനൊക്കത്തില്ല. വല്ലവരുടെയും സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ് മറ്റുള്ള എന്ന് പറഞ്ഞാൽ മുകളിലിരിക്കുന്ന അധികാരിയുടെ ഗുഡ് ബുക്കിൽ പെടുക എന്ന് പറയുന്നത് മാത്രമേ അവിടെ നടക്കുകയുള്ളൂ. അത് കാരണം കൊണ്ട് നമ്മുടെ വർക്കിനകത്ത് നമുക്ക് അഭിമാനിക്കാനൊക്കത്തില്ല. കാരണം വർക്ക് നമ്മുടേതല്ല, അത് വേറെ ആളുകൾ കൊണ്ടുപോകും. ആ കാറ് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് ഒരു വർക്കറിനും തോന്നത്തില്ല. അതാണ് ജോലി ചെയ്യുന്ന പ്രൊഫഷണലായ ആളുകൾ അവരുടെ വർക്കിനകത്തുനിന്ന് അവർ അന്യപ്പെട്ടു പോകും. ആരെങ്കിലും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അല്പമെങ്കിലും മറ്റേത് നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ ഒരു സിനിമ എടുത്ത ഒരാളിന് ഡയറക്ടറുടേതാണെന്ന് പറയുമ്പോഴും എത്ര പേര് ചേർന്നിട്ട് അത് ഉൽപ്പാദിപ്പിച്ചതെന്ന് കാണാൻ പറ്റും. വലിയ സിസ്റ്റത്തിനകത്ത്